എങ്കിൽ അർജുനൻ ആദ്യം യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ മടി കാണിക്കുമല്ലോ. എന്താ മടി അർജുനൻ്റെ? ഇവരെല്ലാം എൻ്റെ സ്വന്തക്കാരാണ്, അവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യണേ? ഇതന്നെ നമ്മുടെ പ്രശ്നം. പലരും പറയും കേൾക്കുമ്പോൾ, സിസ്റ്ററെ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ദേഷ്യം മാറണ്ടേ? എത്ര തന്നെ സത്സംഗം കേട്ടാലും എൻ്റെ ദേഷ്യം മാറണില്ല, സ്വഭാവം മാറണില്ല. പ്രധാന കാരണം എന്താ? നമുക്ക് നമ്മുടെ സ്വന്തക്കാരോട് യുദ്ധം ചെയ്യാനുള്ള മടിയാണ്. എൻ്റെ തന്നെ ബന്ധുമിത്രാദികൾ. കാരണം ദേഷ്യത്തെയും ആവേശത്തെയും അഹങ്കാരത്തെയും അസൂയയും വിദ്വേഷം ആർത്തി ഈ സ്വഭാവമൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തക്കാരാക്കി വെച്ചിരിക്കുക. അവരോട് യുദ്ധം ചെയ്യാൻ മടി. ദേഷ്യമില്ലാതെ എങ്ങനെ ജീവിക്കുക? ആർത്തിയില്ലാതെ എങ്ങനെ ജീവിക്കുക? അഹങ്കാരമൊക്കെ കുറച്ച് വേണ്ടേ? അനേക ജന്മങ്ങളായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് ഇവർ മാറി. അവരുമായിട്ടാണ് നമ്മുടെ കൊടുക്കൽ വാങ്ങൽ. ഈ ദുർവികാരങ്ങളുടെ നമ്മുടെ കൂട്ടുകാരായി മാറി. നമ്മൾ അവരുടെയും കൂട്ടുകാരായി. നമ്മുടെ ഈ മനസ്സിൻ്റെ ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരവരായി. അതുകൊണ്ട് അവർ താനേ ഇറങ്ങിപ്പോവില്ല. അവരിറങ്ങിപ്പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വെളിച്ചം വന്നാലേ ഇരുട്ട് പോവുള്ളൂ. അതിനാണ് നിത്യസത്സംഗത്തിൻ്റെ ആവശ്യം. ഡെയിലി നമ്മൾ ഭഗവാന്റെ ജ്ഞാനം കേട്ട് കേട്ട് ശുദ്ധജലം ഒഴുക്കും തോറും അശുദ്ധി നീങ്ങാൻ തുടങ്ങും. വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ശുദ്ധജല പ്രവാഹം ഉണ്ടാകുമ്പോൾ ചെളിവെള്ളം എല്ലാം തെറിച്ച് പൊയ്ക്കോളും. കുറച്ച് സമയം എടുക്കും.